ഹലോ ഗൈസ്, രജനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്രയും ദിവസം ഞാൻ കുക്കിംഗ് ആയിട്ടാണ് വന്നത്. ഇന്ന് ഞാനൊരു ബ്യൂട്ടി ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടത്, ഞാൻ മെഹന്തി ഇടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ വർഷങ്ങളായിട്ട് മെഹന്തി ഇടുന്നു. ഞാൻ ഒത്തിരി പ്രായമായതാണ്. എന്നിരുന്നാലും മുടി വലിയ കാര്യമായിട്ടൊന്നും കൊഴിച്ചിലും കാര്യങ്ങളും ഇരുന്നില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ ഉപയോഗിച്ചത് ഷാനൈസിൻ്റെ മെഹന്തിയാണ് ഉപയോഗിക്കാറ് സ്ഥിരമായിട്ട്. അതിലേക്ക് ഒരു കറ്റാർവാഴയുടെ ജെല്ലെടുത്തിട്ടുണ്ട്, ഒരു വലിയ സ്പൂൺ കാപ്പിപ്പൊടി, പിന്നെ ഒരു വലിയ സ്പൂൺ ചായപ്പൊടി തിളപ്പിച്ച് അതിൻ്റെ വെള്ളം, ഒരു മുട്ടയുടെ വെള്ള, പിന്നെ 2 ക്യാപ്സ്യൂള് ഈ വിറ്റമിൻ ഇവിയോണിൻ്റെ ക്യാപ്സ്യൂളാണ് ഇത്. ആദ്യം തന്നെ നമ്മൾക്ക് ഈ ജെല്ല് നല്ലപോലെ മിക്സിയിൽ അടിച്ചു വരാം. അത് കഴിഞ്ഞിട്ട് ഈ പൊടിയെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യണം. മുട്ടയുടെ മഞ്ഞക്കരു മാറ്റി വെള്ളക്കരു മാത്രമാണ് എടുക്കുക. ഇതെല്ലാം കൂടി ഇതിൽ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നല്ലപോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു 5-6 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് തലയിൽ പുരട്ടാം. അപ്പോൾ ഈ കൂട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ്റെ പ്രധാന കാരണം, ഞാൻ കഴിഞ്ഞ 30-33 വർഷമായിട്ട് ഇത് ഉപയോഗിക്കുകയാണ്. മാസത്തിലൊരിക്കൽ. ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ആൻറ്റിയാണ് പറഞ്ഞത്, ഇത് ഉപയോഗിച്ചാൽ എത്ര പ്രായം ചെന്നാലും തലയിൽ മുടി ഉണ്ടാവും, അപ്പടി കൊഴിഞ്ഞു പോകത്തൊന്നുമില്ല, നമുക്ക് കെട്ടി വയ്ക്കാനുള്ള മുടി ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ശരി, ഞാൻ അന്നോട്ടേ ഇന്ന് വരെ വേറെ ഒരു സംഗതി ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇത് മാത്രമേ ഉപയോഗിച്ചുള്ളൂ. മാസത്തിലൊരിക്കൽ ഈ സെയിം ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഞാൻ അത് തലമുടിയിലിടായിരുന്നു. ഒരു 3-4 മണിക്കൂർ നേരം ഇത് കുതിർത്തി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് 3-3.5-4 മണിക്കൂർ വരെ തലയിലിടും. അത് കഴിഞ്ഞ് തല കഴുകി കഴിഞ്ഞിട്ട് ഹെയർ ഡ്രയർ വെച്ചിട്ട് മുടി ഉണക്കും. ഒരുപാട് നേരം തലയിൽ വെച്ചിരുന്നാൽ ഒരു കോൾഡും തുമ്മലൊക്കെ വരണ്ടാന്ന് വെച്ചിട്ടാണ്. മുടി ഉണങ്ങി കഴിയുമ്പോഴാണ് എനിക്ക് ബുദ്ധിമുട്ട്. പെട്ടെന്ന് ഉണങ്ങിയില്ലെങ്കിലാണ് കോൾഡ് വരാം. തലയിൽ വെച്ചിരുന്നാൽ തലയുടെ ചൂട് കൊണ്ട് അത് ചൂടായി ഇരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, പറ്റുന്നവരെല്ലാവരും ട്രൈ ചെയ്യുക. മാസത്തിലൊരിക്കൽ ഇതിങ്ങനെ ചെയ്ത് നോക്കിയാൽ മുടി കുറച്ച് സ്ട്രെങ്തോട് കൂടിയിട്ട് വർഷങ്ങളോളം ഇരിക്കും. അപ്പോൾ എനിക്ക് 67 ഇയേഴ്സ്. അപ്പോൾ എൻ്റെ പ്രായത്തിലുള്ളവരെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ച് നല്ല മുടിയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയാം. ഇതാണ് എൻ്റെ മുടി.